കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. ഇതിന് ബ്രെഡും മുട്ടയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ചേർത്താണ് ഞാനിത് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 2 സവാളയാണ്. അത് ഇതുപോലെ ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. അത് ഉള്ളിലുള്ള അതിൻ്റെ കുരുവെല്ലാം നീക്കിക്കളഞ്ഞ് പുറത്തെ ഭാഗം മാത്രം മതി. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. അത് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായി തന്നെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മസാലപ്പൊടിയാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് ഇതിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ടതിന് ശേഷം അതും ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർന്നാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴന്ന് കിട്ടും. അതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ വേണം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാൻ. അതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ. ഇനി ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള 2 മുട്ട അത് ചെറിയ ചെറിയ പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് ഈ ഉപ്മാവിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി അവസാനമായി ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പുമാവ് എല്ലാം കൂടി തന്നെ നന്നായി തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അവസാനമായി ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ചിക്കൻ വേണമെന്നുള്ളവർക്ക് ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയോ അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.